ചേലക്കര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി UR പ്രദീപിന് മിന്നും ജയം. 12,122 വോട്ടുകൾക്കാണ് UR പ്രദീപിന്റെ ജയം. ചേലക്കരയുടെ മുൻ MLA കൂടിയായ പ്രദീപ് 2016-ൽ താൻ നേടിയ 12,200 വോട്ടിന്റെ ഭൂരിപക്ഷം ഇത്തവണ മറികടന്നിരിക്കുകയാണ്. പ്രദീപിനെ വെല്ലുവിളി ഉയർത്താൻ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് ഒരു ഘട്ടത്തിലും സാധിച്ചിരുന്നില്ല. 2016-ൽ K രാധാകൃഷ്ണൻ മത്സരരംഗത്ത് നിന്ന് പിന്മാറിയപ്പോഴായിരുന്നു പ്രദീപിനെ CPM മത്സരിപ്പിച്ചത്. അന്ന് UDF സ്ഥാനാർത്ഥി KA തുളസിയെയാണ് പരാജയപ്പെടുത്തിയത്. പ്രദീപ് 67,771 വോട്ട് നേടിയപ്പോൾ KA തുളസിക്ക് 57,571 വോട്ടാണ് ലഭിച്ചത്. 1996 മുതൽ 2016 വരെയും K രാധാകൃഷ്ണൻ വിജയിച്ച മണ്ഡലമാണ് ചേലക്കര. തിരുവില്ലാമല, പഴയന്നൂർ, ദേശമംഗലം, കൊണ്ടാഴി, ചേലക്കര, പാഞ്ഞാൾ, വള്ളത്തോൾ നഗർ, മുള്ളൂർക്കര, വരവൂർ എന്നിങ്ങനെ 9 പഞ്ചായത്തുകൾ അടങ്ങിയതാണ് ചേലക്കര നിയമസഭാ മണ്ഡലം. ത്രികോണ മത്സരത്തിന്റെ ഹൈലൈറ്റ് പാലക്കാടായിരുന്നു. സസ്പെൻസ് ത്രില്ലർ പോലുള്ള പോരാട്ടം. പക്ഷേ CPM-നും LDF-നും ജീവൻ മരണ പോരാട്ടം ചേലക്കരയിലായിരുന്നു. 1/4 നൂറ്റാണ്ടായി ചുവപ്പുമായാത്ത പൊന്നാപുരം കോട്ട കടുത്ത പോരാട്ടത്തിനൊടുവിൽ നിലനിർത്തി CPM കരുത്ത് തെളിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ തോൽവിയിൽ നിന്ന് എഴുതിത്തള്ളാനാകില്ലെന്ന് CPM-ഉം LDF-ഉം വീണ്ടും തെളിയിക്കുന്നു. ഫലം മറിച്ചായിരുന്നുവെങ്കിൽ അത് CPM-നെ ഉലയ്ക്കുന്നതായേനെ. ഷാഫിയുടെ കരം പിടിച്ച രാഹുൽ പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട് വഴി നിയമസഭയിലേക്ക്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ 12 റൗണ്ടുകൾ എണ്ണിത്തീർന്നപ്പോൾ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന് വിജയം. 18,724 വോട്ടിനാണ് രാഹുലിന്റെ വിജയം. BJPക്ക് ഭൂരിപക്ഷമുള്ള പാലക്കാട് നഗരസഭയിലും നേരിയ ലീഡ് നിലനിർത്താൻ രാഹുലിന് കഴിഞ്ഞിരുന്നു. അവസാനമായി ഗ്രാമീണ മേഖലയിലെ വോട്ടുകളാണ് എണ്ണിയത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റവുമായിരിക്കുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ. ഫലപ്രഖ്യാപനത്തിന്റെ 11 റൗണ്ട് പിന്നിട്ടപ്പോൾ 15,352 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി കുതിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. നേരത്തെ ഫലപ്രഖ്യാപനത്തിന് തൊട്ടു മുൻപും വലിയ പ്രതീക്ഷയാണ് രാഹുൽ പ്രകടിപ്പിച്ചത്. ഭൂരിപക്ഷം പറയുന്നില്ലെങ്കിലും വിജയിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ 15,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുമെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് VK ശ്രീകണ്ഠന്റെ പ്രതികരണം. നേരത്തെ തന്നെ ഷാഫിയുടെ നോമിനിയാണ് രാഹുൽ എന്ന വ്യാപകമായി കോൺഗ്രസിൽ നിന്നുൾപ്പെടെ ആക്ഷേപം ഉയർന്നിരുന്നു. രാഹുലിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ P സരിൻ പാർട്ടി വിട്ടതും AK ഷാനിബ സ്വതന്ത്രനായി മത്സരിച്ചതും വിവാദമായിരുന്നു. ഇതിന് പിന്നാലെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിൽ ഷാഫിയുടെ പേരുണ്ടെന്ന് VD സതീശനും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ DCCക്ക് താൽപര്യമുള്ളയാൾ K മുരളീധരനാണെന്നുള്ള കത്തും പുറത്തുവന്നു. പ്രചരണത്തിലുടനീളം ഷാഫിക്കൊപ്പം തന്നെ നിലകൊണ്ട രാഹുൽ പാലക്കാട് BJP കോട്ട തകർത്തുകൊണ്ട് വിജയത്തിലേക്ക് കുതിക്കുമ്പോൾ ഇത് ഷാഫി പറമ്പിലിനുള്ള വിജയമായാണ് കണക്കാക്കുന്നത്. ഇന്ന് രാവിലെയും രാഹുൽ ജയിക്കുമെന്നും കാണാമെന്നുമായിരുന്നു ഷാഫിയും പ്രതികരിച്ചത്. ഷാനവാസിൽ തുടങ്ങിയ തേരോട്ടം മുരളി പോലും എതിർ സ്ഥാനാർത്ഥിയായി. UDF-നെ കൈവിടാതെ വയനാട്. 2009-ൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പിനെ പോലും UDF നേരിട്ടത് പ്രതിസന്ധികൾക്കിടയിലായിരുന്നു. MI ഷാനവാസ് UDF സ്ഥാനാർത്ഥിയായെങ്കിലും വരുത്തനെന്ന പ്രചരണം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് കോൺഗ്രസ് പിളർത്തി DIC-യും ഒടുവിൽ NCP-യുമായി മാറിയ K മുരളീധരൻ തന്നെ UDF-നെതിരെ മത്സരിക്കുന്നു. പക്ഷേ ഫലം പുറത്തു വന്നപ്പോൾ ഷാനവാസിന് 1,83,439 വോട്ടിന്റെ ഭൂരിപക്ഷം. 99,663 വോട്ട് പിടിച്ച് K മുരളീധരൻ 3-ാം സ്ഥാനത്തെത്തിയെങ്കിലും അന്നു മുതൽ UDF-കാർ വയനാടിനെ കൈവിടാതെ ചേർത്തു നിർത്തി. 2014-ൽ ഷാനവാസ് വീണ്ടും മത്സരിച്ചെങ്കിലും അപ്പോഴും വിമതശല്യം വെല്ലുവിളിയായി. മുൻപത്തെ K മുരളീധരനിൽ നിന്നാണെങ്കിൽ ഇത്തവണ PV അൻവർ ആയിരുന്നു കോൺഗ്രസിന്റെ കാലുവാരി സ്ഥാനാർത്ഥിയായത്. സത്യൻ മുഖേരി ഇടതിനു വേണ്ടിയും മത്സരിക്കാനെത്തി. മത്സരത്തിൽ ഷാനവാസിന്റെ ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞെങ്കിലും അപ്പോഴും വയനാട്ടുകാർ UDF-നെ ചേർത്തു നിർത്തുകയായിരുന്നു. ഷാനവാസ് 20,870 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചപ്പോൾ സത്യൻ മുഖേരി 3,56,165 വോട്ട് നേടി. PV അൻവർ ആണെങ്കിൽ 37,123 വോട്ടും പിടിച്ചു. 2019-ൽ രാഹുൽ ഗാന്ധിയെ അവതരിപ്പിച്ച UDF സർപ്രൈസ് നീക്കം നടത്തിയപ്പോൾ 4,31,770 എന്ന ചരിത്ര ഭൂരിപക്ഷമാണ് വയനാട്ടുകാർ രാഹുലിന് നൽകിയത്. രാഹുൽ സ്ഥാനാർത്ഥിയായതിൽ CPM-ഉം BJP-യും വലിയ ആരോപണം
ആരോപണങ്ങൾ ഉന്നയിച്ചു. കളിയാക്കി എന്നിട്ട് പോലും വയനാട്ടുകാർ കൈവിടാതെ കാക്കുകയായിരുന്നു. 2024 രാഹുൽ വീണ്ടും എത്തിയപ്പോഴും സമാന സാഹചര്യത്തെ നേരിടേണ്ടി വന്നു. പാർട്ട് ടൈം MP എന്ന പഴി കേട്ടു, പേടിച്ചോടിയെന്ന ആരോപണമുണ്ടായി. പക്ഷേ ഫലം പുറത്തു വന്നപ്പോൾ 3,64,422 ഭൂരിപക്ഷം. രാഹുലിന്റെ റായ്ബറേലിയയിലെ വിജയത്തിന് ശേഷം മണ്ഡലത്തിൽ പ്രിയങ്കയെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ രാഹുലിന്റെ ചരിത്ര ഭൂരിപക്ഷം മറികടക്കാനാവുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു UDF. അപ്രതീക്ഷിതമായി പോളിംഗ് കുറഞ്ഞത് തിരിച്ചടിയാവുമോ എന്ന ആശങ്കയുണ്ടായിരുന്നുവെങ്കിലും ഇതിനെ മറികടക്കുന്നതായി പ്രിയങ്കയുടെ മുന്നേറ്റം. അവസാന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പ്രിയങ്കയുടെ ലീഡ് 3.5 ലക്ഷം പിന്നിട്ടിരിക്കുകയാണ്. ഇത് തുടർന്നാൽ ഒരുപക്ഷെ രാഹുൽ 2014 നേടിയ ഭൂരിപക്ഷത്തെ മറികടക്കാനോ അതിനോട് അടുത്തെത്താനോ പ്രിയങ്കയ്ക്ക് സാധിച്ചെന്ന് വരാം.